السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا. മൂസ അലൈഹിസ്സലാമും ഖിദർ അലൈഹിസ്സലാമും കണ്ടുമുട്ടിയതിൻ്റെ ശേഷം മൂസാ നബി അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിനോട് പറയുന്ന അപേക്ഷിക്കുന്ന കാര്യങ്ങളും തുടർന്നുണ്ടാകുന്ന മറുപടികളും സംഭവങ്ങളുമാണ് ഇനി ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഖാല ലഹു മൂസ, ഖാല ലഹു അദ്ദേഹത്തോട് പറഞ്ഞു മൂസ പറഞ്ഞു ഖിദർ അലൈഹിസ്സലാമിനോട്, ഹൽ അത്തബിഉക, ഞാൻ താങ്കളെ പിൻപറ്റട്ടെയോ? ഇത്തബ പിൻപറ്റി, പിന്തുടർന്നു. ഇത്തബ മുളാരി യത്തബിഉ. ഹൽ അത്തബിഉ, ഞാൻ പിന്തുടരട്ടെയോ? ക താങ്കളെ ഞാൻ പിന്തുടരട്ടെയോ? എന്തിന്? അലാ അൻ തുഅല്ലിമനി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുക എന്നതിന് വേണ്ടി. താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുവാൻ. അല്ലമ പഠിപ്പിച്ചു, യുഅല്ലിമു തുഅല്ലിമ നി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുക എന്ന കാര്യത്തിനായി ഞാൻ താങ്കളെ പിന്തുടരട്ടെയോ? എന്താണ് പഠിപ്പിച്ചു തരേണ്ടത്? മിമ്മാ ഉല്ലിംത, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന്. മിമ്മാ ഉല്ലിംത, ഉല്ലിമ പഠിപ്പിക്കപ്പെട്ടു, ഉല്ലിംത താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതെനിക്ക് അറിയില്ല, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ്. അപ്പൊ താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരുക എന്ന ഒരു കരാറിലായി ഞാൻ താങ്കളുടെ പിന്നാലെ കൂടട്ടെയോ? ഞാൻ താങ്കളെ അനുഗമിക്കട്ടെയോ? എന്താണ് താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടത്? റുഷ്ദൻ, സന്മാർഗത്തിൽ നിന്ന്. റുഷ്ദ് സന്മാർഗ ജ്ഞാനം അല്ലെങ്കിൽ സന്മാർഗ ബോധം എന്നൊക്കെ പറയാം. റുഷ്ദ് വിവേകം എന്നുള്ളതിനും എന്തു പറയും? റുഷ്ദ് എന്ന് പറയും. വിവേകമുള്ളവൻ റഷീദ്. അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളിൽ വിവേകമുള്ള ഒരുത്തനുമില്ലേ എന്ന് ചോദിച്ചതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, മുതൽ ഈ മൈനറായി കഴിഞ്ഞ മൈനറിന്റെ സ്വത്ത് അവൻ മേജറാകുവോളം അവന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. നിങ്ങൾ അവനിൽ നിന്ന് റുഷ്ദ് തിരിച്ചറിയുവോളം, സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള വിവേകം അവനിലുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അവന് സ്വത്ത് കൈമാറരുത് എന്ന് ഖുർആൻ പറയുന്നിടത്തും അവിടെ പ്രയോഗിച്ചതും എന്തെന്നെയാണ്? റുഷ്ദ്. അപ്പൊ ഇവിടെ റുഷ്ദ എന്നുള്ളതിന് സന്മാർഗബോധം, സന്മാർഗജ്ഞാനം, അതിൽ നിന്ന് താങ്കൾക്ക് ഏറെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ അനുഗമിക്കട്ടെയോ? ഞാൻ നിങ്ങളെ പിന്നാലെ വരുന്നുണ്ട് എന്നൊന്നുമല്ല പറയുന്നത്, അതൊക്കെ അദബുകേടല്ലേ, സമ്മതം കിട്ടണ്ടേ? ഇവിടെ മൂസാ അലൈഹിസ്സലാം വലിയ മഹാനാണ്. വകാന ഇൻദല്ലാഹി വജീഹ,
അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവിയുള്ള മഹാനായ പ്രവാചകനാണ് ആര്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ച, വജീഹ് എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ, ആ നിലക്കൊക്കെയുള്ള സ്ഥാനമുള്ള, മേന്മയുള്ള, മഹത്വമുള്ള നബിയാണ് മൂസ അലൈഹിസ്സലാം. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു വിനയം നോക്കൂ നിങ്ങൾ. അദ്ദേഹം ആ ഉസ്താദിൻ്റെ മുമ്പിൽ കാണിക്കുന്ന വിനയം, ഞാൻ നിങ്ങളെ പിന്നാലെ വന്നോട്ടെ. ആ ചോദ്യം തന്നെ വളരെ ഒരു താണു കേണ അപേക്ഷയാണ്. ഞങ്ങളെ കൂടെ വരുന്നുണ്ട്, നിങ്ങൾ പഠിപ്പിച്ചു തരണം എന്നൊന്നുമല്ല പറയണേ. ഹൽ അത്തബിഉക, ഞാൻ നിങ്ങളെ പിന്നാലെ വരട്ടെയോ? ഞാൻ നിങ്ങളെ പിന്നാലെ പോന്നോട്ടെ? എന്തിന്? അലാ അൻ തുഅല്ലിമനി, എന്തിന്? നിങ്ങളെ കൂടെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എനിക്ക് തരാനോ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും എനിക്ക് തരാനോ, മറ്റ് സൗകര്യം തരാനോ ഒന്നിനു വേണ്ടിയല്ല. അലാ അൻ തുഅല്ലിമനി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. മിമ്മാ ഉല്ലിംത, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള റുഷ്ദൻ, സന്മാർഗജ്ഞാനത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണം. ഇൽമ് തേടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ ഇൽമ് അങ്ങയിൽ നിന്ന് നുകരാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു, മോഹിക്കുന്നു. അങ്ങനെക്ക് സമ്മതം തരുമോ? ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് വളരെ ഭവ്യതയോടെ, വിനയത്തോടെ ആര് ചോദിക്കുകയാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്. ഇത് അധികം വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ചരിത്രം അങ്ങനെ പറഞ്ഞങ്ങനെ പോക വേണ്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തെ കണ്ടുമുട്ടി സലാം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പം അദ്ദേഹം ഒരു പച്ച പുതപ്പിട്ട്, ആ പച്ച വസ്ത്രത്തിൻ്റെ മുസജ്ജൻ ബി സൗബിഹി, ഒരു വസ്ത്രം കൊണ്ട് ആകെ മൂടിപ്പതച്ചിട്ടാണ് ഇദ്ദേഹം അവിടെ കിടന്നിരുന്നത്. വഖദ് ജഅല തറഫഹു തഹ്ത റിജ്ലൈഹി, ആ വസ്ത്രത്തിന്റെ ഒരു ഭാഗം തന്റെ കാലുകൾക്കിടയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വതറഫഹു തഹ്ത റഅസിഹി, ഒരു ഭാഗം തലക്ക് താഴെയുമാക്കിയിട്ടാണ് അദ്ദേഹം അവിടെ ഇരിപ്പുള്ളത്. ഫസല്ലമ അലൈഹി മൂസ, മൂസാ നബി അദ്ദേഹത്തിന് സലാം പറഞ്ഞപ്പോൾ ഫകശഫ അൻ വജ്ഹിഹി, അദ്ദേഹം മുഖത്തു നിന്ന് ആ വസ്ത്രം കെട്ടി നീക്കി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഹൽ ബി അർളിൻ മിൻ സലാം മൻ അൻത, ആരാണ് ഈ നാട്ടിൽ നിന്ന് സലാം പറയുന്നത്? ഈ നാട്ടിൽ ഒരു അപരിചിതൻ വന്ന് ആരാണ് സലാം പറയുന്നത്? നിങ്ങളാരാ? മൻ അൻത, താങ്കൾ ആരാണെന്ന് മൂസ നബിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മൂസ അലൈഹിസ്സലാം പറയുന്നു, അന മൂസ, ഞാൻ മൂസയാണ്. ഖിദ്ർ അലൈഹിസ്സലാമിന്റെ തിരിച്ചുള്ള ചോദ്യം, മൂസ ബനി ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട മൂസയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. അപ്പൊ ചോദിച്ചു, ഫമാ ശഅനുക, എന്താ വന്ന കാര്യം, എന്തിനാ അവിടെ വന്നത്? അപ്പൊ ഖാല ജിഅ്തുക ലിതുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദ്യം, നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്തു നിന്നൊക്കെ പഠിക്കുന്നത്? നിങ്ങളൊക്കെ വലിയ മഹാനല്ലേ? അമാ യക്ഫീക, താങ്കൾക്ക് പോരെ, നിങ്ങൾക്ക് പോരെ എന്ത്? അന്ന തൗറാത്ത ബിയദിക, തീർച്ചയായും തൗറാത്ത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. തൗറാത്തൊക്കെ കിട്ടിയതിന്റെ ശേഷമാണ് അപ്പൊ ഈ യാത്ര എന്ന് മനസ്സിലാക്കാം. തൗറാത്ത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. വഅന്നൽ വഹ്യ യഅതീക, പിന്നെ അതിന്റെ പുറമെ എന്ത് വേണമെങ്കിലും വഹി നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുന്നത്? അപ്പൊ മൂസ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നലിയ ഇൽമൻ, എൻ്റെ അടുക്കൽ ചില അറിവുകളൊക്കെയുണ്ട്, അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ അടുക്കൽ കുറെ ഇൽമുകളുണ്ട്, അതെനിക്കും അറിഞ്ഞൂടാ. പിന്നെ ഇപ്പൊ നമ്മളുടെ ഒക്കെ ഇൽമ് നമ്മൾ എത്ര പഠിച്ചാലും ശരി, എത്രയേ ഉള്ളൂ. സമുദ്രത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു, ഒരു പക്ഷി അതിൻ്റെ കൊക്കൊന്ന് സമുദ്രത്തിലേക്ക് മുക്കിയെടുത്താൽ ആ കൊക്കിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളി എത്രയുള്ളൂ. അള്ളാഹുവിൻ്റെ ഇൽമിനെ അപേക്ഷിച്ചിടത്തോളം നമുക്കൊക്കെ കിട്ടിയ ഇൽമിൻ്റെ തോത് അത്രയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നീട് അവിടുന്ന് അവരുടെ യാത്ര ഉണ്ടാകുന്നത്. അപ്പോ അങ്ങയുടെ കൂടെ ഞാൻ കൂടിക്കോട്ടെ എന്ന് വളരെ ഭവ്യതയോടെ വിനയത്തോടെ ചോദിച്ചപ്പോൾ മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം ഖാല, അദ്ദേഹം പറഞ്ഞു മൂസ അലൈഹിസ്സലാമിനോട്, ഇന്നക, തീർച്ചയായും താങ്കൾക്ക്, ലൻ തസ്തതീഅ, നിങ്ങൾക്ക് കഴിയില്ല. ഇസ്തതാഅ എന്ന് പറഞ്ഞ അർത്ഥം സാധിച്ചു, കഴിഞ്ഞു എന്നൊക്കെ അർത്ഥം. പിന്നെ മുളാരിയാണ് യസ്തതിഉ, ലൻ തസ്തതീഅ,
താങ്കൾക്ക് കഴിയുകയില്ല, മഇയ എന്നോടൊപ്പം സബ്റൻ, നിങ്ങൾക്ക് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കൂല. അതിന് കാരണവും പറഞ്ഞു കൊടുത്തു. അത് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. വകൈഫ തസ്ബിറു, നിങ്ങൾ എങ്ങനെ ക്ഷമിക്കാനാണ്? വകൈഫ, എപ്രകാരമാണ് തസ്ബിറു, താങ്കൾ ക്ഷമിക്കുക, എങ്ങനെ ക്ഷമിക്കാനാണ് താങ്കൾ? അലാമ, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? എങ്ങനെയുള്ള കാര്യമാണത്? ലം തുഹിത് ബിഹി, അതിനെക്കുറിച്ച് താങ്കൾക്ക് മുഴുവനായി ലഭിച്ചിട്ടില്ല, താങ്കൾക്ക് അതിനെക്കുറിച്ച് മുഴുവനായി ലഭിച്ചിട്ടില്ല. ഖുബ്റൻ, സൂക്ഷ്മജ്ഞാനം, കൃത്യമായ അറിവ് താങ്കൾക്ക് മുഴുവൻ കിട്ടിയിട്ടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ എൻ്റെ കൂടെ വരുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിക്കൂല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അർത്ഥം പറയുമ്പോൾ അത് ഇനി ഒരിക്കലും ഒരു അൽക്കഹഫിൻ്റെ ഒരു അർത്ഥം ഇനി ദുന്യാവെന്ന് നമ്മൾ പഠിക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല കേട്ടോ. അത് ഇനിയും പഠിക്കാമല്ലോ എന്ന് കരുതും. അപ്പം ഇത് ഓരോന്നും പഠിച്ചു പോകുമ്പോഴും തറോ ആകണം. ശരിക്കും നമ്മുടെ കൽബിലിങ്ങനെ കൊത്തിവെച്ച പോലെ ആയത്തിങ്ങനെ ഓതുമ്പോൾ അർത്ഥം ഇങ്ങനെ നമ്മളെ മനസ്സിൽ വരണം, തെറ്റരുത്. എങ്ങനെ അർത്ഥം പറയണം നമ്മൾ പഠിക്കണം. വകൈഫ തസ്ബിറു, നീ എങ്ങനെ ക്ഷമിക്കാനാണ്? അലാമാ ലം തുഹിത് ബിഹി, ഏതൊരു കാര്യത്തെക്കുറിച്ച് നിനക്ക് സൂക്ഷ്മമായ അറിവ് കിട്ടിയിട്ടില്ലയോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ താങ്കൾ എങ്ങനെ ക്ഷമിക്കാനാണ്? അപ്പൊ ഖാല, മൂസ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, സതജിദുനി, താങ്കൾക്ക് എന്നെ കണ്ടെത്താം. സ എന്ന് പറഞ്ഞ വഴിയേന്നാണ് ഭാവിയിൽ. അതാണ് സീൻ സൗഫ, അറബി ഭാഷയിലുള്ള പ്രയോഗങ്ങളാണ്. സ, സീന്, ചിലയിടത്ത് സൗഫ വരും. അത് രണ്ടും എന്തുദ്ദേശിച്ചുകൊണ്ടാണ്? ഭാവിയെ സൂചിപ്പിക്കാനാണ്. സ തജിദുനി, വാക്കെന്താണ്? വജദ യജിദു ആണ്. വജദ എന്നാണ് ക്രിയ. വജദ യജിദു, തജിദു നീ, താങ്കൾക്ക് എന്നെ കണ്ടെത്താം. സ തജിദുനി, വഴിയെ താങ്കൾക്ക് എന്നെ കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്, കണ്ടോ അത് പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, അത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എന്നെ നിങ്ങൾക്ക് കാണാം. ആരായി? സാബിറൻ, നല്ല ക്ഷമാലുവായി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഞാൻ നിങ്ങളുടെ കൂടെ ക്ഷമയോടെ ഉണ്ടാവും, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ. എന്ത് പറയുമ്പോഴും അത് പറയണമെന്നാണല്ലോ. സതജിദുനി ഇൻഷാ അല്ലാഹ് സാബിറ, ക്ഷമാലുവായി നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കും. ഇതേപോലെ ഒരു പ്രയോഗം നമുക്ക് സ്വാഫാത്തിൽ കാണാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, സ്വപ്നത്തിൽ എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു, നിന്നെ ഞാൻ അറുക്കുന്നതായി. എന്താ എൻ്റെ അഭിപ്രായം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയോട് ചോദിച്ചതാണ്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. ഖാല, ഇസ്മായിൽ നബിയുടെ മറുപടി, യാ അബതി ഫഅൽ മാ തുഅ്മർ, കൽപ്പിക്കപ്പെട്ടത് എന്താണെങ്കിൽ അങ്ങ് ചെയ്തോളൂ ഉപ്പ. സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ, അല്ലെങ്കിൽ മിനസ് സാബിരീൻ, എന്നെ അങ്ങേക്ക് ഏറ്റവും ക്ഷമയുള്ളയാളായി കണ്ടെത്തുക തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അതേപോലെ ഇൻഷാ അല്ലാഹ് സാബിറൻ, താങ്കൾക്ക് എന്നെ ക്ഷമയോടുകൂടെ കണ്ടെത്താം എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം പിന്നെയും വാക്ക് കൊടുക്കുകയാണ്, വലാ അഅസി, ഞാൻ അനുസരണക്കേടൊന്നും പ്രവർത്തിക്കൂല. അസാ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചു. അസാ അനുസരണക്കേട് കാണിച്ചു. ഇതിന് മുളാരിയാണ് യഅസി. യഅസി എന്നുള്ളത് ഞാൻ അനുസരണക്കേട് കാണിക്കുന്നു എന്നുള്ളതിന് അഅസി. വലാ അഅസി, ഞാൻ അനുസരണക്കേട് കാണിക്കുന്നതല്ല, ലക്ക താങ്കളോട്, അമ്രൻ ഒരു കൽപ്പനക്കും അല്ലെങ്കിൽ ഒരു കാര്യത്തിനും.
താങ്കൾ എന്നോട് പറയുന്ന ഒരു കാര്യത്തിനും അല്ലെങ്കിൽ ഒരു കൽപ്പനക്കും, അമ്ര എന്നുള്ളതിന് കാര്യം, കൽപ്പന എന്നൊക്കെ അർത്ഥമുണ്ട്, ഒരു കൽപ്പനക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യൂല, താങ്കളോട് അനുസരണക്കേട് കാണിക്കൂല, ക്ഷമാലുവായി ഞാൻ അങ്ങയുടെ കൂടെ ഇൻഷാ അല്ലാഹ് തുടർന്നോളാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഖദർ അലൈഹിസ്സലാം വീണ്ടും പറയാണ്, ഖാല, ഖദർ അലൈഹിസ്സലാം പറഞ്ഞു, ഫഇനിത്തബഅതനി, ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ഫഇനിത്തബഅതനി, താങ്കൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ, ഫഇൻ ഇത്തബഅത നീനാണ് ഒറിജിനൽ, ചേർത്ത് വായിക്കുമ്പോൾ ഫഇനിത്തബഅതനി എന്നാകും. താങ്കൾ എന്നെ അനുഗമിക്കുന്ന പക്ഷം, എൻ്റെ പിന്നാലെ കൂടുകയാണെങ്കിൽ, ഫലാ തസ്അൽനീ, താങ്കൾ എന്നോട് ചോദിക്കാൻ പാടില്ല. സഅല ചോദിച്ചു, യസ്അലു, ഫലാ തസ്അൽ, താങ്കൾ ചോദിക്കരുത്, നീ എന്നോട് അൻ ശൈഇൻ, ഒന്നിനെക്കുറിച്ചും, ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് ചോദ്യം ചെയ്യരുത്, ചോദിക്കാൻ പാടില്ല. പറയുള്ളത് ഞാൻ അങ്ങോട്ട് പറയും, അതിൻ്റെ മുമ്പ് കയറിയിട്ട് എന്നോട് എന്ത് ചെയ്യരുത്, ഒന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. ആ ഒരു കണ്ടീഷനോട് കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാവൂ. ഫലാ തസ്അൽനി അൻ ശൈഇൻ, ഏതുവരെ, ഹത്താ ഉഹ്ദിസ, ഞാൻ പറഞ്ഞു തരുന്നത് വരെ, ഉഹ്ദിസ, ഞാൻ പറഞ്ഞു തരുക, ഞാൻ പറഞ്ഞു തരുന്നത് വരെ, ലക, താങ്കൾക്ക്, മിൻഹു, ആ കാര്യത്തെക്കുറിച്ചുള്ള ദിക്റൻ, പ്രസ്താവന, അതിനെക്കുറിച്ച് എന്താണോ എനിക്ക് പറയാനുള്ള പ്രസ്താവന, ആ പ്രസ്താവന അല്ലെങ്കിൽ നിരൂപണം എന്താണെങ്കിൽ ഞാൻ വിശദീകരിച്ചു തരും. അത് വിശദീകരിച്ചു തരുന്നതിൻ്റെ മുമ്പ് അതെന്തേ നിന്നോട് ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല. ആ കണ്ടീഷനാണെങ്കിൽ മാത്രം എൻ്റെ കൂടെ പോന്നാൽ മതി എന്നാണ് ആര് മുന്നോട്ട് വെച്ചത്? ഖദർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് മുന്നോട്ട് വെച്ച നിർദ്ദേശം. അപ്പം അതിന് സമ്മതം തന്നെയാണ്. ആർക്കാ സമ്മതം? മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഫന്തലഖാ, അവർ രണ്ടാളും പോകുന്നു. ഇൻതലഖ എന്ന് പറഞ്ഞാൽ ദഹബ, ഇൻതലഖ പോയി എന്നാണ് അർത്ഥം. ഇൻതലഖ, അവർ രണ്ടാളും പോയി. ഇതിലടക്കം മറ്റേ ആളെ കുറിച്ച് പിന്നെ ഖുർആൻ പരാമർശം ഒന്നുമില്ല കേട്ടോ. ഒരാളും കൂടി ഉണ്ടായിരുന്നില്ലേ? ആരാ? യൂശഅ ഇബ്നു നൂൻ. പേര് മറന്നോ? മൂസാ അലൈഹിസ്സലാം വൈദ ഖാല മൂസ ലിഫതാഹു, തന്റെ കൂടെയുള്ള ഭൃത്യനോട്. ആരായിരുന്നു ആ ഫതാ? യൂശഅ ഇബ്നു നൂൻ. അതൊന്നും മറക്കരുതേ. അപ്പൊ ആ ആളെ കുറിച്ച് പിന്നൊന്നും പറയില്ല. അദ്ദേഹം അവിടം വിട്ട് പിരിഞ്ഞു പോയോ അതോ ഇവരുടെ കൂടെ തന്നെ ഉണ്ടോ? പിന്നെ അദ്ദേഹത്തിന് ഇതൊരു സ്പെഷ്യൽ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടെ ഉണ്ട് തന്നെയാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. അദ്ദേഹം കൂടെ തന്നെ ഉണ്ട്, പക്ഷെ അദ്ദേഹം ഇതിലൊരു കഥാപാത്രമല്ലല്ലോ, മെയിൻ ഒരു കഥാപാത്രം അല്ലാത്തതുകൊണ്ട് അവരെ കൂടെ ഉണ്ട്. അപ്പോൾ ആരാണോ കഥാപാത്രം അവരെയാണ് എടുത്തു പറയുന്നത്. അതാണ് രണ്ടാളും പോയി എന്ന് പറയുന്നത്. ഫന്തലഖാ, ആ പറഞ്ഞ രണ്ടാൾ ആരാണ്? മൂസ അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും. അങ്ങനെ അവരൊരു സമുദ്രത്തിൻ്റെ തീരത്തുകൂടെ അങ്ങനെ നടന്നു. അത് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കുറച്ച് വിശദമായി തന്നെ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും. ഫന്തലഖാ യംശിയാനി അലാ സാഹിലിൽ ബഹരി യതഅറളാനിന്നാസ്. ആളുകളോടൊക്കെ കാണാനും ആളുകളോടൊക്കെ സംസാരിച്ചു കൊണ്ടും അവർ കടൽ തീരത്തുകൂടെ അവർ രണ്ടാളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അവർക്കിങ്ങനെ തോന്നി, ആരെങ്കിലും ഇപ്പോൾ നമ്മൾ അക്കരക്ക് കടത്താൻ ആരെയാണ് കിട്ടുക? എൽത്തമിസാനി മൻ യഹ്മിലുഹുമാ, ആരാണിപ്പോൾ ഈ കപ്പലിൽ ഒരു വഞ്ചിയിൽ കപ്പലിൽ കയറ്റിയിട്ട് നമ്മളെ മറുകര കടത്താൻ ആരെങ്കിലും കണ്ടോ നോക്കിയിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ നിൽക്കുന്നുമില്ല, അവരിങ്ങനെ തീരത്തു കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ കപ്പൽ വരികയാണെങ്കിൽ കൈ കാണിച്ച് കയറാം എന്നുള്ള മട്ടിലാണ്. ഹത്താ മറത്ത് ബിഹിമാ സഫീനത്തുൻ ജദീദത്തുൻ വസീഖ, മനോഹരമായ നല്ല കാണാൻ ചന്തമുള്ള ഒരു കപ്പൽ അവരുടെ സമീപത്തുകൂടെ ഇങ്ങനെ പതുക്കെ കടന്നു വന്നു. ലം യമുറ ബിഹിമാ മിനസ് സുഫ്നി ശൈഉൻ ഫീഹാ,
പിന്നെ ആ അവസരത്തിൽ തന്നെ അവർ ആ കപ്പലിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, അതിൻ്റെ ഇടക്ക് അവരുടെ അടുത്തുകൂടെ ഇത്ര അഹ്സനവല അജ്മലവല ഉസഖമില്ല, ഇത്ര മനോഹരമായ കാണാൻ ചന്തമുള്ളൊരു കപ്പൽ കടന്നുപോയിട്ടില്ല. ഇപ്പൊ രണ്ടാളും ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണം എന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഇവർ നോക്കുമ്പോൾ, കപ്പലിലുള്ള ആള് നോക്കുമ്പോൾ ഒരാൾ പരിചയമുള്ള ആളാണ്. ഖിദർ അലൈഹി ഇസ്ലാമിനെ അവർക്ക് അറിയാം. അപ്പോൾ അവരെന്തായാലും കൊണ്ടുപോകണം, ഇവരെ രണ്ടാളെയും കയറ്റണം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ചാർജ് വാങ്ങാതെ അവരെ രണ്ടാളെയും കയറ്റി എന്നാണ്. കാരണം ബഹുമാനം കൊണ്ട്. മഹാനായ ഖിദർ അലൈഹി ഇസ്ലാമിനെ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബിഗൈരി നൗലിൻ എന്നാണ്, നോൾ കാർഡില്ലാതെ. നൗൽ കണ്ടോ, അറബിയിൽ കണ്ടോ? നൗലിൻ എന്ന് പറഞ്ഞാൽ വാടക, പിന്നെ വാടക കൊടുക്കാതെ എന്നാൽ ഓസി ആയിട്ട് കൊണ്ടുപോയി അവരെ രണ്ടാളെയും കപ്പലിൽ കൊണ്ടുപോയി. അപ്പം അതിന് വന്നതായിരിക്കും ഈ നോൾ കാർഡ് അല്ലേ? ഈ അറബിയിലെ നോൾ തന്നെയാണല്ലോ എഴുതുന്നത്. അപ്പം ഹദീസിൽ ആ പദം നമുക്ക് കാണാൻ സാധിക്കും. പഴക്കമുള്ള വേർഡാണ്, അത് മനസ്സിലാക്കാം. അങ്ങനെ അവർ രണ്ടാളും കപ്പലിലേക്ക് കയറണം. ഫന്തലഖ, അവർ ആ കപ്പലിലേക്ക് അവർ രണ്ടാളും പിന്നെ ഫന്തലഖ പിന്നെ ഹത്താ ഇദാ റകിബ ഫിസ് സഫീനതി, അവർ ആ കപ്പലിൽ അവർ കയറി, ഇരുവരും ആ കപ്പലിൽ കയറി. ഇദാ റകിബ ഫിസ് സഫീനതി, കപ്പലിൽ അവർ ഇരുവരും കയറി. റകിബ, റകിബ കയറി, വാഹനം കയറുന്നതിനാണെന്ന് പറയാ റകിബ. റകിബ, അവരിരുവരും കയറി ഫിസ് സഫീനതി, കപ്പലിൽ. എന്നിട്ട് കുറച്ചാണ്ട് എത്തിയപ്പോ ഖിദർ എന്ത് ചെയ്തു? ഖറഖഹ, ആ കപ്പലിനെ അങ്ങ് പിളർത്തി. ഹദീസിൽ കാണാം, ഒരു മഴു എടുത്തിട്ട് ഒരു പലകൺ പൊളിച്ചു. അതിൻ്റെ നല്ല കാണാൻ ചന്തള്ള നല്ലൊരു കപ്പൽ, അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് പൊളിച്ചു. പൊളിച്ചപ്പോൾ നേരിയ രൂപത്തിൽ വെള്ളം കയറി വരുന്ന വിധത്തിലുള്ള സ്ഥലത്താണ് പൊളിച്ചത്. അവിടെ ആ പൊളിച്ചത് നിലയിലുള്ള തെളിവെന്താ ചോദിക്കണതാണ്. ഇതാ ആളെ മുക്കിക്കൊല്ലാനുള്ള പരിപാടിയാണെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ഇങ്ങനെ നല്ല കാഴ്ചയുള്ള ആ സ്ഥലത്ത് ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ തിരമാലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ കടിച്ചു കയറുന്ന ആ വിധത്തിൽ തന്നെ ഒരു മഴു എടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? കപ്പലിൻ്റെ ഒരു ഭാഗം ഒരു പലക അടർത്തി ഇങ്ങോട്ട് മാറ്റി. എന്നിട്ട് പിന്നെ അവിടെ വേറെ വല്ല സാധനങ്ങളും ഒക്കെ കൂടിയായിട്ട് വെള്ളം അങ്ങോട്ട് കയറാതിരിക്കാനൊക്കെ കൂടിയായിട്ട് എന്ത് ചെയ്യാണ്? അടച്ചു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒന്നാകെ വെള്ളം ഇറച്ചി തരൂലേ? അപ്പം ഇതെന്തിനായി തന്ത്രം എന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാവും ചെയ്യുമല്ലോ. അപ്പം നമ്മൾ കഥ കേട്ടതുകൊണ്ട്, നമ്മൾ ആദ്യം കേൾക്കല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിലാർക്കും സസ്പെൻസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഹത്താ ഇദാ റകിബ ഫിസ് സഫീനതി ഖറഖഹ, ആ കപ്പലിനെ പിളർത്തി. ഖറഖ, പിളർത്തി. ഖറഖഹ, അപ്പോഴേക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൽ ഉറങ്ങിക്കിടന്ന ആ വികാരം ഉണർന്നു. കാരണം നീതിക്ക് എതിരെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത വ്യക്തിത്വമാണ് മൂസ അലൈഹിസ്സലാം. ഇതിപ്പോൾ തികച്ചും അനീതിയല്ലേ? പൈസയും കൂടി വാങ്ങാതെ കൊണ്ടുപോവുക, എന്നിട്ട് ആരാൻ്റെ കപ്പലിൽ ഒരു കാശും കൂടി വാങ്ങില്ല. ബഹുമാനിച്ചിട്ട് കപ്പലിൽ അവർ പൈസയും കൂടി വാങ്ങാതെ കയറ്റിയിരുത്തി കൊണ്ടുപോകുമ്പോൾ ഉമ്മാതിരി പണിയെടുക്കാൻ പറ്റുമോ? ആരായാലും ചോദിക്കൂലേ? അപ്പൊ ഉടനെ ചോദിച്ചു, അഖറഖ്തഹ, നിങ്ങൾ അതിനെ പിളർത്തുകയാണോ? നിങ്ങൾ അതിനെ പിളർത്തിയല്ലേ? ലിതുഗ്രിഖ അഹ്ലഹ, ആ കപ്പലിലെ ആളുകൾ മുഴുവനും അത് കാരണമായി മുങ്ങി മരിക്കൂലേ? ഇത്തിരി വെള്ളം നിരച്ചൊന്നാകൻ കയറിയ എല്ലാവരും മുങ്ങിച്ചാവൂലേ? ഞാനും നിങ്ങളും ഒക്കെ പെടൂലേ? എന്തായി ചെയ്തത്? അഖറഖ്തഹ ലിതുഗ്രിഖ, തുഗ്രിഖ എന്ന് പറഞ്ഞാൽ എന്താ? അഗ്റഖ എന്ന് പറഞ്ഞാൽ മുക്കിക്കൊന്നു. അഗ്റഖ, അഗ്റഖ മുക്കിക്കൊന്നു. ലിതുഗ്രിഖ, താങ്കൾ മുക്കിക്കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയല്ല, മുക്കിക്കൊല്ലുന്ന രൂപത്തിലാവൂലേ? നിങ്ങളിപ്പോൾ അതിന് എടുക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോണത്? വെള്ളം അരച്ചു കയറും, എല്ലാവരും മുങ്ങും. അല്ലാതെ മുക്കിക്കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇത് വളർത്തിയെന്നല്ല, ആ അർത്ഥത്തിലല്ല അവിടെ പ്രയോഗിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രവർത്തനം കാരണം ഇപ്പൊ ഇത് സംഭവിക്കൂലേ? ഇതല്ലേ സംഭവിക്കാൻ പോവുക. ലിതുഗ്രിഖ അഹ്ലഹ, ആ സഫീനത്തിന്റെ അഹ്ലുകാരെ, ആ കപ്പലിലെ ആളുകളെ താങ്കൾ മുക്കിക്കൊല്ലുന്ന വിധത്തിൽ എന്തേ നിങ്ങൾ ആ പലക എടുത്ത് പിളർത്തിക്കളഞ്ഞത്? ലഖദ് ജിഇത, താങ്കൾ ചെയ്തിരിക്കുന്നു. ജിഇത എന്ന് പറഞ്ഞാൽ നിങ്ങൾ
പിന്നെ വന്നു എന്നാണ്. അതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഷൈഅൻ ഒരു കാര്യം, ഇമ്ര ഗൗരവമുള്ള കാര്യമാണ് ചെയ്തത്, പാടില്ലായിരുന്നു. ഇമ്ര എന്ന് പറഞ്ഞാൽ ഗൗരവതരമായ കാര്യം ആണ് ഇമ്ര. ലഖദ് ജിഅത ശൈഅൻ ഇമ്ര. കണ്ടോ, കരാറൊക്കെ പൊട്ടി. ഒന്നാമത്തെ ചോദ്യം തന്നെ, ഒന്നാമത്തെ പ്രശ്നത്തിൽ തന്നെ തീർന്നു. പറഞ്ഞതാണെന്ത്, അതിൻ്റെ കൂടെ ക്ഷമിച്ചു പോരാൻ പറ്റൂല. അപ്പൊ എന്താ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ്. അതവിടെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാവും, ക്ഷമയോടുകൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞതിനൊന്നും എതിര് ഞാൻ ചെയ്യൂല, പറയൂല, ഒന്നുമില്ല. പക്ഷെ ഇത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഖാല, ഖിദർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ? അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്നക, തീർച്ചയായും താങ്കൾക്ക്, ലൻ തസ്തതീഅ മഇയ, താങ്കൾ ലൻ തസ്തതീഅ, നിങ്ങൾക്ക് കഴിയൂല, നിങ്ങൾക്ക് കഴിയുന്നതേ അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? മഇയ, എന്നോടൊപ്പം, സബറൻ, സബറൻ, ക്ഷമിച്ചു പോരാൻ നിങ്ങൾക്ക് പറ്റൂല, അത് നിങ്ങൾക്ക് കഴിയുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് തിരിച്ചു ചോദിക്കണം. ആ അവസരത്തിൽ മൂസാ അലൈഹി സ്വലാമിന് ബോധ്യായി അബദ്ധം ആരെടുത്താണ്? മൂസാ നബിയുടെ അടുത്താണ്. എന്തെന്നെ വന്നാലും ചോദിക്കരുത് എന്നുള്ള കരാറ് ചോദിച്ചില്ലേ? അപ്പൊ പിന്നെ അബദ്ധം പറ്റിയാൽ പിന്നെ എന്ത് ചെയ്യും? സോറി പറയും. അതാണല്ലോ മര്യാദ. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ തുആഖിദ്നി, അങ്ങ് എന്നെ ശിക്ഷിക്കരുതേ. ലാ തുആഖിദ്നി, അങ്ങ് എൻ്റെ മേൽ നടപടിയെടുക്കരുതേ. ആഖദ യുആഖിദു, നടപടിയെടുത്തു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നതിനെന്ന് പറയും ആഖദ യുആഖിദു. ലാ തുആഖിദ്നി, എൻ്റെ പേരിൽ നിങ്ങൾ നടപടിയെടുക്കരുതേ, എന്നോട് ശിക്ഷാ നടപടി എടുക്കല്ലേ. എന്തേ കാരണം? ബിമാ നസീതു, ഞാൻ മറന്നതാ. നസിയ, മറന്നു. നസീതു, ഞാൻ മറന്നു. ബിമാ നസീതു, ഞാൻ മറന്നത് കാരണത്താൽ ഇങ്ങനെ പറ്റിപ്പോയതാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് ആക്ഷൻ ഒന്നും എടുക്കരുത്. വലാ തുർഹിഖ്നി, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുതേ. അർഹഖ യുർഹിഖു, ബുദ്ധിമുട്ടിച്ചു. വലാ തുർഹിഖ്നി, താങ്കൾ എന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുതേ. മിൻ അംരി, എൻ്റെ ഈ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ, ഉസ്റൻ, ഞെരുക്കമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. ഉസ്ർ, ഞെരുക്കം, ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ എൻ്റെ പേരിൽ നടപടിയെടുത്തിട്ട് എന്നെ പ്രയാസത്തിലാക്കല്ലേ, എന്നെ ഞെരുക്കല്ലേ എന്നുകൂടി അദ്ദേഹം താണ് കേണ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഒന്നാമത്തെ സംഭവം അതങ്ങനെ കഴിഞ്ഞു. പിന്നെയും ഫന്തലഖാ, അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു. മൂസാ അലൈഹിസ്സലാമിനോട് ഖിദർ അലൈഹിസ്സലാം ഓക്കെ സാരല്ല, അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. ഫന്തലഖാ, അവർ ഇരുവരും വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ കപ്പലിൽ നിന്നൊക്കെ ഇറങ്ങി മറുകര പറ്റി അവർ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നു. കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു കുട്ടിയെ കണ്ടു. ഒരു കുട്ടി മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുന്ന കാഴ്ച കാണുക. ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുള്ള കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ പിടിച്ചിട്ട് ഖിദർ അലൈഹിസ്സലാം കഴുത്ത് ഞെരിച്ചാണ് കൊന്നു. ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ, അവർ ഇരുവരും കണ്ടുമുട്ടുന്നതുവരെ യാത്ര തുടർന്നു. ഫന്തലഖാ, അങ്ങനെ അവർ രണ്ടാളും അതിൻ്റെ ശേഷം മുന്നോട്ട് പോയി. ഹത്താ, ഏതുവരെ? ഇദാ ലഖിയാ, അവർ രണ്ടാളും കണ്ടുമുട്ടുന്നതുവരെ. ലഖിയ, ഒരാൾ കണ്ടുമുട്ടി. ലഖിയാ, രണ്ടാൾ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടൽ എന്നുള്ളതിന് പറയും ലിഖാ.
ലിഖാ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് മോഹിക്കുന്നവർ എന്ന ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ സാധിക്കും. ഹത്താ ഇദാ ലഖിയാ, അവർ രണ്ടാളും കണ്ടുമുട്ടുന്നതുവരെ യാത്ര തുടർന്നു. ഗുലാമൻ, ഒരു കുട്ടിയെ. ഗുലാം എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾക്കാണത് പ്രയോഗിക്കുക, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കാണെന്ത് സാധാരണഗതിയിൽ പ്രയോഗിക്കുക, ഗുലാം എന്ന് പ്രയോഗിക്കുക. അപൂർവമായി പ്രായപൂർത്തിയൊക്കെ തികഞ്ഞ് ടീനേജിലുള്ള പ്രായക്കാർക്കും എന്തു പറയും, ഗുലാം എന്ന് പ്രയോഗിക്കാറുണ്ട്. എന്തായാലും ഈ ഒരു കുട്ടിയെ കണ്ടുമുട്ടി. ഫഖതലഹു, ആ കുട്ടി മറ്റു കുട്ടികൾക്കിടയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഹദീസുകളിൽ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നൊരു കുട്ടിയെ പിടിച്ച് അദ്ദേഹം കൊന്നുകളഞ്ഞു. അപ്പൊ കാല, ഉടനെ മൂസ നബി അലൈഹിസ്സലാം, ആദ്യത്തിനെ കാണാൻ ഗൗരവമുള്ള വിഷയമല്ലേ, ആദ്യത്തെ തന്നെ കണ്ടപ്പോ തന്നെ ഞെട്ടിക്കണ് മൂസാ നബി. രണ്ടാമത്തത് അവിടുന്ന് വിട്ടിക്കണ് കേസ്. മറ്റേതൊരാൾ കൊന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കൊല്ലൂലേന്ന് പറഞ്ഞിട്ടുള്ളൂ, കപ്പൽ മുങ്ങൂലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ സംഗതി മാറി, കുട്ടിനെ കൊന്നു. ഖാല, ഉടനെ മൂസ അലൈഹിസ്സലാം ചോദിച്ചു, അഖതൽത നഫ്സൻ സകിയ, നിരപരാധിയായ പരിശുദ്ധമായ നിർദോഷിയായ ഒരു ആത്മാവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞുവല്ലേ? അഖതൽത, നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? നഫ്സൻ, ഒരു ശരീരത്തെ, അല്ലെങ്കിൽ ഒരു ആത്മാവിനെ. സകിയത്തൻ, എങ്ങനത്തെ ആത്മാവാണത്? വിശുദ്ധാത്മാവാണ്, പരിശുദ്ധമായ ഒരു ആത്മാവാണ്. കാരണം ഒരു കുഞ്ഞല്ലേ, ഒരു കുട്ടിയല്ലേ, ദോഷമൊന്നുമില്ലാത്ത നിർദോഷിയായ ഒരു കുട്ടിയല്ലേ. മാത്രമല്ല ബിഗൈരി നഫ്സിൻ, ഒരു നഫ്സിനും പകരമായിട്ടല്ലാതെ. ഒരാളെ കൊന്നതിന് പകരം ഒരാളെന്ത് ചെയ്യാ, കൊല്ലൽ അന്നുണ്ട് അല്ലേ? ഒരാളെ പ്രതിക്രിയ നടപടി എന്നുള്ള നിലക്ക് കൊന്നവനെ കൊല്ലുക എന്ന നിലക്കുള്ളത് കൊലപാതകം ഉള്ളതാണ്, ഏത് കാലത്തുണ്ട്. പക്ഷെ ഇതൊന്നുമല്ലല്ലോ. ഒന്നും തെറ്റും ചെയ്യാത്തൊരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികൾക്കിടയിൽ ഒന്നിനെ പിടിച്ച് വേഗമാണ് കൊല്ലുക. എന്ത് പണിയാ നിങ്ങൾ ഈ ചെയ്തത്? അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ. ബിഗൈരി നഫ്സിൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? മറ്റൊരു ശരീരത്തിന് പകരം അല്ലാതെ തന്നെ. സകിയത്ത്, സകിയത്ത് എന്ന് പറഞ്ഞതാണ് പരിശുദ്ധനായ നിർദോഷിയായ, ഇതാണ് സകിയത്ത്. പിന്നെ അങ്ങനത്തെ ഒന്നിനെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? ലഖദ് ജിഅത, താങ്കൾ ചെയ്തിരിക്കുന്നു, തീർച്ചയായും താങ്കൾ ചെയ്തിട്ടുള്ളത് ഷൈഅൻ, ഒരു കാര്യമാണ്. നുക്റ, അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാര്യം അപ്പൊ ചെയ്തു. ഇത് ഏറെ ഗുരുതരമാണ്. നുക്റ എന്ന് പറയുമ്പോൾ എന്താണ്? ആ വെറുക്കത്തക്ക പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരിക്കലും ശരിയാവില്ല. എന്ത് പണി ഇത്? കൊന്നില്ലേ? അത് സഹിക്കാൻ പറ്റൂല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രതികരണം. നുക്ർ എന്ന് പറഞ്ഞാൽ വെറുക്കത്തക്ക, വെറുപ്പുളവാക്കുന്ന ഇരിക്കോളും. നുക്റൻ, വെറുപ്പുളവാക്കുന്ന ഗുരുതരമായ കുറ്റം നുക്ർ. അപ്പൊ അവിടെയും പ്രശ്നമായി. ഖാല, വീണ്ടും ഖിദർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അലം അഖുല്ലക. കണ്ടോ, രണ്ടാമത്തോടത്തെ ശൈലി ഒന്ന് മാറി. ആദ്യം സംഭവിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്താ വ്യത്യാസം? ഒന്നാമത്തെ സംഭവത്തിൽ ഖിദർ അലൈഹിസ്സലാമിന്റെ തിരിച്ചുള്ള ചോദ്യം എന്നുള്ളടത്ത് എന്തായിരുന്നു ചോദ്യം? അലം അഖുൽ ഇന്നക എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നക ലൻ തസ്തതിയ. ഇവിടെയോ അലം അഖുൽ ലക, നിന്നോടല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. കണ്ടോ, ശൈലി ഒന്ന് രൂക്ഷായി. പിന്നെയും അബദ്ധം കാണിച്ചില്ലേ? നിന്നോടല്ലേ പറയല്ലേ. ആദ്യം നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എന്ത് പറയും? നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ ചെയ്യരുത്. ആയിക്കോട്ടെ, എന്നാ നീ മാപ്പാക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് കഴിയുമ്പോൾ അത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കില്ലേ? അതെ. ഖാല അലം അഖുൽ ലക. കണ്ടോ, ആ പ്രയോഗം ഹിഫ്ളാക്കുമ്പോൾ നമ്മൾ അതൊക്കെ നോക്കണം കേട്ടോ. കാരണം ഇതൊക്കെ സമാന ആയത്തുകളാണ്. ഈ ഹിഫ്ളാക്കുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോകും. ഒന്നാമത്തതിൽ ഖാല അലം അഖുൽ ഇന്നക എന്നേ ഉള്ളൂ. രണ്ടാമത്തതിലോ ഖാല അലം അഖുൽ ലക ഇന്നക, ഒരു ലക അധികമുണ്ട്. ഖാല അലം അഖുൽ ലക, ഞാൻ നിന്നോടല്ലേ പറഞ്ഞിരുന്നത്, എന്നോട് പറഞ്ഞിരുന്നില്ലേ? ഇന്നക, തീർച്ചയായും നിനക്ക് ലൻ തസ്തതിയ മഅയ സബ്റാ, എന്നോടൊപ്പം ക്ഷമിക്കാൻ സാധിക്കുകയേ ഇല്ല എന്ന് ഞാൻ നിന്നോടല്ലേ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു.
അപ്പൊ മൂസ അലൈഹിസ്സലാമിന് കാര്യം ബോധ്യമാണ്, ഒന്നും പറയാനൊന്നും പറ്റൂലല്ലോ. അവൻ ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ഒപ്പം കൂടിയിട്ടുള്ളത്. ആ ഷർത്തൊക്കെ പോവല്ലേ, കണ്ടീഷനൊക്കെ പാലിക്കാൻ പറ്റാതെ സംഭവിക്കണതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളുമാണ്. പിന്നെ എന്താ ചെയ്യുക, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാ ഞാനത് ന്യായീകരിക്കണോ? ന്യായീകരിക്കാനിട്ട് വകുപ്പില്ല. തെറ്റാരുടെ അടുത്ത് തന്നെയാണ്, എൻ്റെ അടുത്ത് തന്നെയാണ് എന്ന് ആർക്ക് ബോധ്യാവുന്നുണ്ട്? മൂസ അലൈഹിസ്സലാമിന് ബോധ്യാവുന്നുണ്ട്. വിനയത്തിൻ്റെ നിറകുടമാണ്. ഇനി അദ്ദേഹത്തിനൊന്നും പറയാല്ല. പഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു ചാൻസും കൂടെ എനിക്ക് തരണം. ഇൻ സഅൽതുക, ഇനി ഞാൻ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ, ഇൻ സഅൽതുക, ഇനി ഞാൻ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ, അൻ ശൈഇൻ, വല്ലതിനെ കുറിച്ചും, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇനി ഞാൻ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ, ബഅദഹ, ഇതിൻ്റെ ശേഷം ഒരവസരവും കൂടി എനിക്ക് തരും. ഇതിന് ഇനി ഞങ്ങളോടൊന്നും ചോദിക്കൂല. ഇനി ഞാൻ അഥവാ ചോദിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞുതരാം എന്താ നിങ്ങൾ എന്നെ ചെയ്യേണ്ടത്. ഫലാ തുസാഹിബ്നി, നിങ്ങളിനി ഞാനുമായിട്ടുള്ള സഹവാസം വേണ്ട, പിന്നെ നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണ്ട. ഫലാ തുസാഹിബ്, താങ്കൾ കൂട്ടുകാരനാക്കണ്ട നീ എന്നെ പിന്നെ നിങ്ങൾ ഡിസ്മിസ് ചെയ്തോളി, ഇവ ഞങ്ങൾ എൻ്റെ കൂടെ കൂട്ടണ്ട. ഫലാ തുസാഹിബിനി, കാരണം അത്രക്കും ഞാൻ ചെയ്തു പോയി, അരുതാത്തതാ ഉണ്ടായത്. ഖദ് ബലഗ്ത മിൻ ലദുന്നീ ഉദ്റാ, ഖദ് ബലഗ്ത, താങ്കൾക്ക് കിട്ടി. ബലഗ എന്ന് പറഞ്ഞാൽ എത്തി, കിട്ടി. ഖദ് ബലഗ്ത മിൻ ലദുന്നീ, എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉദ്റാ, ഇഷ്ടം പോലെ കാരണപ്പ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ ഇഷ്ടം പോലെ എൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എന്നെ എന്ത് ചെയ്യേണ്ടതില്ല, കൂടെ കൂട്ടേണ്ടതില്ല. ഇങ്ങനെ ഈ ഒരു പ്രത്യേകമായ അപേക്ഷയുടെ പ്രകാരം മഹാന്മാരായ ആ രണ്ട് വ്യക്തിത്വങ്ങളും പിന്നെയും എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഫന്തലഖാ, അവർ രണ്ടാളും മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഹത്താ, ഏതുവരെ, ഇദാ അത്തയാ, അവർ രണ്ടാളും എത്തിച്ചേരുന്നത് വരെ. അത്താ എന്ന് പറഞ്ഞാൽ വന്നു, ചെന്നു, വന്നു എന്നുള്ളതിനൊക്കെ എന്താ അർത്ഥം പറയാ? അത്താ, ഒരാൾ വന്നു, രണ്ടാൾ വന്നു എന്നുള്ളതിന് അത്തയാ. അത്തയാ, അവരിരുവരും ചെന്നെത്തുന്നത് വരെ ആ നടത്തം തുടർന്നു. എവിടെയാണ് ചെന്നെത്തിയത്? അഹ്ല ഖറിയത്തിൻ, ഒരു നാട്ടുകാരുടെ സമീപത്ത്. അഹ്ല ഖറിയ, ഒരു പട്ടണവാസികളുടെ സമീപത്തെത്തി. ഖറിയത്തിന് ഗ്രാമം, പട്ടണം എന്നൊക്കെ പറയും. ഒരു രാജ്യനിവാസികൾ, അഹ്ല ഖറിയ, ഒരു രാജ്യക്കാർ. ആ രാജ്യക്കാരുടെ സമീപത്ത് ഇവർ രണ്ടാളും എത്തി. ഇപ്പൊ രണ്ടാൾക്കും യാത്ര അങ്ങനെ പോവല്ലേ, നല്ല പൊരിഞ്ഞ വിശപ്പുണ്ട്. രണ്ടാൾക്കും നല്ല വിശപ്പുണ്ട്, അല്ലെങ്കിൽ മൂന്നാൾക്കും നല്ല വിശപ്പുള്ള അവസരമാണ്. അപ്പൊ ആ നാട്ടുകാരോട് ഇവർ രണ്ടാളും ഇസ്തത്അമാ അഹ്ലഹാ, ആ നാട്ടുകാരോട് ഇരുവരും ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടു. ഇസ്തത്അമ, ത്വആമിന് ആവശ്യപ്പെട്ടു, ത്വആമിന് ആവശ്യപ്പെട്ടു, അതാണ് ഇസ്തത്അമ. അവർ രണ്ടാളും ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടു. അഹ്ലഹ, ആ നാട്ടുകാരോട്. ഫഅബൗ, അപ്പോൾ ആ നാട്ടുകാർ സമ്മതിച്ചില്ല, വിസമ്മതിച്ചു. അബൗ എന്നുള്ള പദം എവിടുന്ന് വന്നതാ? അബാ. ഖുർആനിലില്ലേ, സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു മലക്കുകളോട്, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അബാ, അവൻ സമ്മതിച്ചില്ല, വിസമ്മതിച്ചു. എഴുതുമ്പോ എങ്ങനെ എഴുതേണ്ടത്? ബാ കഴിഞ്ഞിട്ട് യാ ഇട്ടെഴുതണം, അതാണ് അബാ. അബാ, രണ്ടാള് വിസമ്മതിച്ചു. അബയാ, കുറെ ആള് വിസമ്മതിച്ചു എന്നുള്ളതിന് അബൗ, അതാണ് ഈ അബൗ. കണ്ടോ, പദത്തിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഫ അബൗ, അപ്പോൾ ആ നാട്ടുകാർ സമ്മതിച്ചില്ല. ആ നാട്ടുകാര്
സമ്മതിച്ചില്ല, വിസമ്മതിച്ചു. എന്തിന്? അയ്യുളയ്യിഫൂഹുമാ, ഈ രണ്ടാളുകളെയും വിരുന്ന് സൽക്കരിക്കാൻ, അതിഥികളായി സ്വീകരിക്കാൻ അവര് വിസമ്മതിച്ചു. ഒന്നും കൊടുത്തില്ല, അവരെ ഗസ്റ്റായിട്ട് പരിഗണിച്ചതെന്നല്ല. ലയ്യഫ യുളയ്യിഫു എന്ന് പറഞ്ഞാൽ അതിഥികളായി സൽക്കരിച്ചു, അതിഥിയായി സ്വീകരിച്ചു എന്നുള്ളതിനാണ് എന്ത് പറയാ? ലയ്യഫ യുളയ്യിഫു. അതിഥിക്ക് ഗസ്റ്റിന് എന്ത് പറയും? ലൈഫ്. ലൈഫ്. അതിഥികളെ സൽക്കരിക്കുന്നവർക്ക് എന്ത് പറയും? മുദീഫ്. അതുകൊണ്ട് വിമാനത്തിലെ എയർ ഹോസ്റ്റസിനൊക്കെ മുദീഫ, മുദീഫ് എന്ന് പറയും, സൽക്കരിക്കുന്ന വ്യക്തിക്ക്. അപ്പോ ഫഅബൗ, ആ നാട്ടുകാരി വിസമ്മതിച്ചു. അയ്യുളയ്യിഫൂ, അവർ ആതിഥ്യമര്യാദ പാലിക്കുന്നതിൽ നിന്ന് ഹുമാ, ഈ രണ്ടാളോടും. വിശക്കുന്നുണ്ട്, വല്ലതും തരുമോ എന്നാണ് ആ നാട്ടുകാരോട് പോയി ചോദിച്ചത്. ആ നാട്ടുകാർ മാന്യന്മാരായില്ല, അവരാതിഥ്യ അപേക്ഷ എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. അങ്ങനെ ആരാ നാട്ടിൽ കൂടി ഇങ്ങനെ വിശന്ന് നടക്കുകയാണ്? നാട്ടുകാർ ചോദിച്ചിട്ട് പോലും ഭക്ഷണം കൊടുത്തില്ല, ചോദിച്ചിട്ട് പോലും ഭക്ഷണം കൊടുക്കാത്ത നാട്ടുകാരാണ്. അങ്ങനെ അവർ ആ നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഫവജദ, അതിനിടക്ക് അവർ രണ്ടാളും കണ്ടെത്തി, ഫിഹ, ആ നാട്ടിൽ, ജിദാറൻ, ഒരു മതിൽ. ജിദാർ വാൾ, മതില്. നമ്മൾ ചുമര്, മതില്, അതിനൊക്കെ എന്താ പറയാ? ജിദാർ. അതിന്റെ ബഹുവചനം ജുദുറുൻ. ജിദാറിന്റെ ബഹുവചനം ജുദുർ. ഒരു മതില് കണ്ടെത്തി. എന്താണ് ആ മതിലിന്റെ അവസ്ഥ? എന്താ? യുരീദു, ആ മതില് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ, മതിൽ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അലങ്കാരിക പ്രയോഗമാണ്. യുരീദു, എന്താ അതിന്റെ ആ നിൽപ്പ് ഇങ്ങനെ കണ്ടാൽ അതിന്റെ അവസ്ഥ എന്താണ്? അയ്യങ്കദ്ദ, അതങ്ങട്ട് പൊളിഞ്ഞു വീഴാൻ നിൽക്കുകയാണ്. ഒരു മതില് അതിങ്ങനെ ഇപ്പൊ വീഴുന്നുള്ള മട്ടിൽ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും മതില്. അപ്പോൾ ഖിദർ അലൈഹിസ്സലാം എന്ത് ചെയ്തു? ആ ചാഞ്ഞു നിൽക്കുന്ന മതില് കൈകൊണ്ട് നേരെയാണ് നിർത്തി. അത് ശരിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിലൊക്കെ കാണാം. അവിടുന്ന് കല്ലൊക്കെ ഇളക്കി പറിച്ച് അത് കൃത്യമായി അങ്ങോട്ടൊക്കെ ശരിക്കാണ് പടവ്, നല്ലൊരു പടവാണ് നടത്തി കൊടുത്തു. പൊളിയാൻ നിൽക്കുന്ന മതിലാണ്. നല്ല വൃത്തിയായി മനോഹരമായി നന്നായിട്ടാണ് പടുത്തോളൂ. അവിടെ തന്നെ നിർത്തി. അപ്പൊ കാല, മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കൺട്രോൾ പോയി. മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, ലൗ ശിഇത, നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ശിഇത, ശാഅ എന്നാണ് ക്രിയ. ശാഅ ഉദ്ദേശിച്ചു. ശിഇത, താങ്കൾ ഉദ്ദേശിച്ചു, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ലത്തഖദ്ത, വാങ്ങാമായിരുന്നു. അലൈഹി, ഈ ജോലിക്ക്, അജറൻ, കൂലി. വെറുതെ ഫ്രീ ആയിട്ട് എന്തിനാ ഈ നാട്ടുകാർക്ക് മതിൽ പണിയെടുത്ത് കൊടുക്കണം? ഇത്ര ബഹീലന്മാരായ നാട്ടുകാർ വിശന്നിട്ട് ഒരു പിടി ഭക്ഷണം തരുമോയെന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് മാന്യമായിട്ട് പെരുമാറുകയും കൂടി ചെയ്യാത്ത ഇവരെ നാട്ടിൽ ഫ്രീ ആയിട്ട് മതിൽ പണിയെടുത്ത് കൊടുക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത്? എന്നാൽ കാശ് വാങ്ങിക്കൂടായിരുന്നില്ലേ? നമുക്ക് അതുകൊണ്ട് ഫുഡ് വാങ്ങി കഴിച്ചുകൂടായിരുന്നില്ലേ? അതുമില്ല, ഭക്ഷണം തന്നതുമില്ല. നമ്മുടെ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പണിയെടുത്ത് കൊടുക്കുക. എന്തപ്പോൾ നിങ്ങൾ ചെയ്തത് എന്നാണ് ചോദ്യം. ലൗ ശിഇത ലത്തഖദ്ത അലൈഹി അജ്റ. അപ്പൊ പിന്നെ കഴിഞ്ഞു. ഖാല, ഖിദർ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ, ഇതാണ്, ഫിറാഖു, പിരിക്കലാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പിരിയാണ്. ഫിറാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപാട്. ഹാദാ ഫിറാഖ്, ഇതാണ് വേർപാട്. ബൈനീ, എന്റെയും, ബൈനിക, നിന്റെയും ഇടയിൽ. ഞാനും നീയും തമ്മിൽ ഇവിടെ വെച്ച് എന്ത് ചെയ്യാണ്? ഇനി എന്തായാലും എക്സ്ക്യൂസ് ഒന്നുമില്ല, ഇനി പിരിയണം. ഫിറാഖ്, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, എന്റെയും നിന്റെയും ഇടയിലുള്ള വേർപാട് ഇവിടുന്ന് പിന്നെ ഇവിടെ വെച്ച് നടക്കണം. പക്ഷെ അതിന്റെ മുമ്പ് സഉനബ്ബിഉക, ഞാൻ നിനക്കിതാ പറഞ്ഞു തരാം. നബ്ബഅ, പറഞ്ഞു തന്നു, പറഞ്ഞു കൊടുത്തു, വാർത്ത പറഞ്ഞു കൊടുത്തു. നബ്ബഅ യുനബ്ബിഉ, മുളാരി ഉനബ്ബിഉ, ഞാൻ പറഞ്ഞു തരാം.
ഉനബ്ബിഉക, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ദാ വഴി എപ്പ തന്നെ, സ ഉനബ്ബിഉക, ഞാൻ നിനക്ക് പറഞ്ഞു തരും. ബി തഅ്വീലി, വ്യാഖ്യാനം. ബി തഅ്വീലി, തഅ്വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. എന്തിനെ കുറിച്ചുള്ള വ്യാഖ്യാനം? മാലം തസ്തതി അലൈഹി സബ്റ, നിനക്ക് ഇതുവരെ സഹിക്കാനാവാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ, അതിൻ്റെയൊക്കെ പൊരുൾ, രഹസ്യം എന്തായിരുന്നു എന്ന് ഞാൻ നിനക്കിതായിപ്പോ പറഞ്ഞു തരാം. അത് കേട്ടിട്ട് പിരിഞ്ഞാൽ മതി. അതുകൊണ്ട് കേട്ടാ നമുക്ക് പോവാം. സഉനബ്ബിഉക ബിതഅ്വീലി മാലം തസ്തതി അലൈഹി സബ്റ. ഇവിടെയും ഹിഫ്ളാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ തസ്തതി അലൈഹിയാണ്. കുറച്ചും കൂടി ആയത്ത് മുന്നോട്ട് പോയാൽ തസ്തി അലൈഹി സബ്റഹ എന്ന് പിന്നെ വരും, അവിടെ തായില്ല. ആ വ്യത്യാസം ഹിഫ്ളാക്കുമ്പോൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തിലാണ് എന്തുള്ളത്, പൂർണ്ണമായതുള്ളത് എന്ന് ഓർത്തു വെച്ചാൽ മതി. തസ്തത്തി എന്ന് ആദ്യത്തിലാണുള്ളത്, പിന്നെ അവസാനം വരുന്നതിൽ എന്തില്ല, താ ഇല്ല, തസ്തി അലൈഹി എന്നാണ് അവിടെ വരിക എന്ന് നോട്ട് ചെയ്താൽ ഹിഫ്ളാക്കുമ്പോൾ അത് പഴക്കൂല. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇനി അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഇനി എന്തായിരുന്നു ഓരോന്ന് എന്ന് തുടർന്ന് ഈ 3 വിഷയത്തിലും അടങ്ങിയ പൊരുൾ ഖിദർ അലൈഹിസ്സലാം മൂസാ അലൈഹിസ്സലാമിനോട് പറയുന്ന ആയത്തുകളാണ് തുടർന്നു കൊണ്ടുവരുന്നത്. ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ള എന്തായിരുന്നു അതിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നമ്മൾ കേട്ട ആയത്തുകളിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് അവന് കൃത്യമായ നിലക്ക് ഇബാദത്ത് ചെയ്യുന്ന സജ്ജനങ്ങളിൽ, അവൻ്റെ വചനങ്ങളെ യഥാർത്ഥമായ നിലക്ക് ഗ്രഹിക്കുവാൻ താല്പര്യമുള്ള ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളും അപാകതകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.